ബിജെപി കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ നിലപാടിനെതിരെ വിമർശനം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലാണ് വിമർശനം ഉയർന്നത്. വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നേട്ടമുണ്ടാകില്ല എന്നും സംസ്ഥാന അധ്യക്ഷൻ രാഷ്ട്രീയം പറയാൻ തയ്യാറാകണമെന്നുമാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടിയത്. തൃശൂരിൽ നടന്ന യോഗത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പങ്കെടുപ്പിക്കാത്തതും കോർ കമ്മിറ്റിയിൽ ചർച്ചയായി. ചേരിതിരിവും വിഭാഗീയതയും കാരണം ബിജെപി സംസ്ഥാന ഘടകത്തിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമായപ്പോഴാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്നത്. എന്നാൽ പുതിയ അധ്യക്ഷന്റെ നയങ്ങളും പിന്തുടരുന്ന ശൈലികളും പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നു എന്ന വിമർശനമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. വികസനം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാഷ്ട്രീയം പറയാൻ തയ്യാറാകണമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിൽ കോർപ്പറേറ്റ് രാഷ്ട്രീയം വോട്ടായി മാറില്ല എന്നും നേതാക്കൾ വിമർശിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയെന്നും പ്രവർത്തനം മെച്ചപ്പെടുത്താനായില്ലെന്നും സംസ്ഥാന കോർ കമ്മിറ്റിയിൽ വിലയിരുത്തലുണ്ടായി. കേരള കോൺഗ്രസ് നേതാവിനെ മറുകണ്ഠം ചാടിച്ച് സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ പ്രതീക്ഷിച്ച പോലെ ലഭിച്ചതുമില്ല. അടിസ്ഥാന ഹൈന്ദവ വോട്ടുകൾ പല വഴിക്ക് പോകുകയും ചെയ്തു എന്ന വിമർശനവും ഉയർന്നു. നേരത്തെ തൃശൂരിൽ ചേർന്ന യോഗത്തിൽ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പങ്കെടുപ്പിക്കാതിരുന്നത് വലിയ രീതിയിൽ കോർ കമ്മിറ്റിയിൽ ചർച്ചയായി. കൂടുതൽ ചുമതലകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വിളിക്കാതിരുന്നതെന്നും എല്ലാവരെയും എല്ലാ യോഗത്തിലും പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുമായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ ഇതിനോട് പ്രതികരിച്ചിരുന്നത്. കൂട്ടായ ചർച്ചകൾ നടക്കുന്നില്ല എന്നും വിമർശനമുണ്ടായി. കോർ കമ്മിറ്റിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട കെ സുരേന്ദ്രൻ തൃശൂരിലെ യോഗത്തിൽ പങ്കെടുക്കാത്തതിന് നൽകിയ മറുപടിയും ശ്രദ്ധേയമായി. നേതൃനിരയിലെ ചേരിപ്പോര് പരിഹരിക്കാൻ കൊണ്ടുവന്ന അധ്യക്ഷൻ ഒരു വിഭാഗത്തെ മാത്രം ഒപ്പം നിർത്തുന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. സംസ്ഥാന ഘടകത്തിൽ പുനഃസംഘടന നടക്കാനിരിക്കെയാണ് അധ്യക്ഷനെതിരെ വിമർശനങ്ങളുമായി ഒരു വിഭാഗം രംഗത്ത് വരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.